ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് കൂണ് വെച്ചിട്ടൊരു അടിപൊളി ഡിഷ് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുകും പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒത്തിരി നന്നായിട്ട് വഴന്ന് പോകുമൊന്നും വേണ്ട, ഒരു ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂമും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പം നമുക്ക് ഈ മഷ്റൂമിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് മുഴുവൻ യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വേകാനായിട്ട് വെക്കണേ. ഒരു തുള്ളി വെള്ളം ഒഴിക്കണ്ട, മഷ്റൂമിനകത്ത് നല്ല വെള്ളമുള്ളതാണ്, അത് നന്നായിട്ട് ഇറങ്ങിക്കോളും കേട്ടോ. അതിനകത്ത് തന്നെ കിടന്നത് വെന്തോളും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം, പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് അതിനെ വേകാനായിട്ട് വിടണം കേട്ടോ. നന്നായിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ കറി റെഡി ആയിട്ടുണ്ടേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.